ഓക്കെ അല്ലേ? ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അറിയിച്ചാൽ മതി. വോയിസും കാര്യങ്ങളും ഓക്കെ ആണെന്നുള്ളത്. ഹലോ. ജസ്റ്റ് മൈക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രാക്ഷൻ ചെയ്യാം. പ്രമോദ് യെസ് അതേപോലെ ഓക്കെ 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 ഉണ്ട് ഓക്കെ ഉണ്ട് 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 സാറേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിലവിൽ നമ്മൾ കമ്പനി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഞങ്ങളൊരു ട്രേഡിംഗ് ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേമാണ്. ഇന്റർനാഷണൽ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ റീസെന്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഒരു പുതിയ ടൂള് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റിലെ മേജർ പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി കൊണ്ടൊരു 95% അൽഗോ 95% അൽഗോമാണ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു പ്രോപ്പർ എൻട്രി എവിടെ എടുക്കണം, എവിടെ നമുക്ക് ടി പി എവിടെ സെറ്റ് ചെയ്യണം, എസ് എൽ എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ എന്നാക്കി സിസ്റ്റം തന്നെ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യും. കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തോളും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യം CNP മെത്തേഡാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കിട്ടുന്ന വാല്യൂസിനെ പ്രോപ്പർലി കൊണ്ടുപോയി ബ്രോക്കറിൽ അതിന്റെ ഒരു കൺഫർമേഷനും കൂടി നോക്കുക. അത് വാല്യൂസ് 5% മാത്രം നമ്മൾ മനസ്സിലാക്കുക. ആ വാല്യൂസ് പ്രോപ്പർലി പോയിട്ട് എന്താക്കുക, ബ്രോക്കറിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഇപ്പൊ നിങ്ങളിപ്പോ നോക്കിയാൽ കാണും, ഇതാണ് നമ്മളെ ടൂള് വരുന്നത്. നോർമലി ഉണ്ടാകുന്ന ഇതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നിങ്ങളെ മൊബൈലോ ലാപ്പിലോ ഉണ്ടാകുന്ന ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റം ഈ നോർമൽ ഉള്ള ട്രേഡിംഗ് വ്യൂ സിസ്റ്റം ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഇതിൽ രണ്ട് പേരാണുള്ളത്. രണ്ടുപേരും ട്രേഡിംഗ് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയാം. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. പ്രമോദ് ഓൾറെഡി ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഇൻഡിവിജ്വലായി പറഞ്ഞാൽ ചെയ്യുന്നുണ്ട് സാറേ. എന്നാലും അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല ഞാൻ. ഇന്ത്യൻ ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് അത്ര എക്സ്പീരിയൻസ് അല്ല. ഓക്കെ ഓക്കെ ചെയ്തിട്ട് നിർത്തിയിട്ട് ഇപ്പം ഓക്കെ 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 നമ്മൾ ജോഷി ജൂനിയർ എനിക്ക് ഞാൻ റോട്ടിലാണ്, അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. എനിക്ക് ക്രിപ്റ്റോയിലും പിന്നെ അതുപോലെ ഫോറക്സിൽ ഞാൻ അക്കൗണ്ട് മാനേജ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. ഫോറക്സിൽ യൂറോ USD പിന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഉണ്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇൻഡിവിജ്വലായി ചെയ്യുന്നതാണ്. എവിടെയാണ് ഇപ്പൊ ഞാൻ ഒരുപാട് ഞാൻ എറണാകുളം ഫോർട്ട് കൊച്ചിയാണ്. ഞാൻ ഒരുപാട് ക്ലയൻസിനെ മാനേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് യൂറോ USD. അത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണോ അതുകൊണ്ടാണ് ഞാൻ ഇത് സോഫ്റ്റ്വെയറിനെ കണ്ടപ്പോൾ അത് ഞാൻ കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ട് ഒരു 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളിപ്പോ ട്രേഡിംഗിലാണ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ട്രേഡിംഗ് അല്ല. ഇവിടെ ഇപ്പോ നിങ്ങളിപ്പോ രണ്ടുപേരുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഗോൾഡ് ഇപ്പൊ ഞങ്ങളുടെ ടൂള് വരുന്നത് ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ ടൂള് വരുന്നത്. നമ്മൾ ടൂൾ ഇപ്പൊ നിങ്ങൾ ട്രേഡിംഗിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ പ്രോപ്പർ എവിടെ എൻട്രി, ഇതിപ്പോ ഗോൾഡിലെ ലൈവ് എൻട്രി കഴിഞ്ഞതാണ്, ഇന്നിപ്പോ കഴിഞ്ഞ എൻട്രി ആണ്. എവിടെ എൻട്രി എടുക്കണം, എവിടെ TP കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, എവിടെ SL ചെയ്യണം എന്നൊക്കെ നമ്മൾ എന്താക്കി തരും. സിസ്റ്റം തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ നമ്മൾ വെറുതെ ഒരു ടൂൾ തരാന്നുള്ളത്. ഇപ്പൊ ഓൾറെഡി ഇന്ന് നമുക്ക് BTCയിൽ അടുത്തൊരു എൻട്രി വന്നിട്ടില്ല. അതിന്റെ റീസൺ ഒന്നുമില്ല. അതായത് മാനിപ്പുലേഷൻ മാർക്കറ്റിൽ നമുക്ക് എൻട്രീസ് വരുന്നത് വളരെ കുറവാണ്. അതായത് നമ്മൾ ഈ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുത്ത് സെറ്റാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അടിസ്ഥാനത്തിൽ മാത്രമേ എൻട്രീസും കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിൽ ഡിറ്റക്ട് ചെയ്തിട്ട് വരും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾ ടൂള് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും. കാര്യങ്ങൾ ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ പഠിപ്പിക്കല്. അപ്പൊ അതിന്റെ കൂടെ ഒരു പ്രോപ്പർ ബ്ലൂ പ്രിന്റും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് തരും. എങ്ങനെ നിങ്ങൾ മാർക്കറ്റിൽ ബിഹേവ് ചെയ്യണം, ആദ്യത്തെ ഒരു 12 മാസം phase 1 phase 2 phase 3 എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. വെറുതെ ടൂള് തരാൻ നിങ്ങൾ ചെയ്തോന്നുള്ള സിസ്റ്റം അല്ല. ഇതിന്റെ കൂടെ തന്നെ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ ജസ്റ്റ് ചോദിക്കാം, നിങ്ങൾക്ക് അറിയേണ്ട രീതി ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അത് കാര്യങ്ങൾ ക്ലാരിറ്റി തരാൻ പറ്റും. സാറേ, നമ്മള് ആണല്ലോ ഇപ്പൊ എൻട്രി കൊടുക്കുന്നത്. നിങ്ങളാണ് എൻട്രി എടുക്കേണ്ടത്. അപ്പം ആ എൻട്രി വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരു എൻട്രി ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു എൻട്രി ഇവിടെ കാണിച്ചു തന്നു.
നമുക്ക് വരുന്ന എൻട്രി ഓൾമോസ്റ്റ് ഒരു 70-75 ആക്രോസ് 80 വരെ ആക്രോസിൽ ഒരു എൻട്രി മാത്രമായിരിക്കും വരുന്നത്. എല്ലാ എൻട്രിയും കാണിച്ചു തരൂല. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ BPC തന്നെ നോക്കാം. ഇതിപ്പോ എക്സിറ്റ് അടിക്കാന്ന് പറയുന്നത് ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എൻട്രി കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻട്രി കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ SL ആണെങ്കിൽ SL നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിൽ ടാർഗറ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ സെന്ററിൽ വെച്ചുകൊണ്ട് അത് ക്ലോസ് ചെയ്യുന്ന സിസ്റ്റം അത് നമ്മൾ ഈ സിസ്റ്റത്തിൽ കൊടുക്കുന്നില്ല. ചെയ്യാൻ പറ്റും, ചെയ്തുകൂടാന്നില്ലല്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്കിലേക്ക് തന്നെ പോകും. ഇവിടെ കണ്ട, ഇവിടെ നമുക്ക് BTCയിൽ ഇവിടെ വന്നൊരു എൻട്രി ആണ്. ഓൾമോസ്റ്റ് ഇന്ന് മോർണിംഗിൽ വന്നൊരു എൻട്രി ആണ്. അതിനുശേഷം അത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം അടുത്തൊരു എൻട്രി ഇതുവരെ എന്താക്കിയിട്ടില്ല, മാർക്കറ്റ് പ്ലേസ് ചെയ്ത് വന്നിട്ടില്ല. അതിന്റെ റീസൺ മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷ് അടിച്ചടിച്ച് പോകുന്നതിന്റെ അണ്ടറിലേക്ക് മാർക്കറ്റ് ഒരു മാനിപ്പുലേഷൻ രീതിയിലാണ് ഇപ്പൊ സിസ്റ്റത്തിന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാക്കുക. ഒരു എൻട്രി വന്നിട്ടില്ല നമുക്ക് നിലവിൽ. അപ്പൊ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ ആ എൻട്രി പ്ലേസ് കൺഫർമേഷനും കാര്യങ്ങളും നോക്കി പ്ലേസ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആകുന്നതിന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് അഥവാ ലോസ് ഉണ്ടെങ്കിൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസേ വരും. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോസ് നിങ്ങൾക്ക് വരൂല. ഞാൻ അതല്ല ചോദിച്ചത് സാറേ. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, നമ്മളൊരു എൻട്രി കൊടുക്കാൻ, നമ്മളിപ്പോ ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടൊരു നമ്മൾ ശ്രമിക്കുന്നു, എൻട്രി എടുത്തിട്ടില്ല നമ്മൾ. അപ്പോൾ നമ്മൾ എൻട്രി എടുത്താലേ സോഫ്റ്റ്വെയർ ബാക്കി കാണിക്കുള്ളൂ അല്ലേ സാറേ? അങ്ങനെയല്ല, നമുക്ക് സോഫ്റ്റ്വെയർ എൻട്രി ഓൾറെഡി തരും. ഇത് ട്രേഡിംഗ് വ്യൂവിലാണ് എൻട്രി ഓൾറെഡി നമുക്ക് സോഫ്റ്റ്വെയർ ഓൾറെഡി തരും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടൈം ഫ്രെയിം മാറ്റി കാണിച്ചു തരാം. ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ കണ്ട, ഇത് 1 മിനിറ്റിലാണ് എൻട്രി തന്നു. നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി ആണ് തന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് തന്നതാണ്, 1 മിനിറ്റിലാണ് ഗോൾഡില്. അപ്പൊ ഇത് കൺഫർമേഷൻ ആയിട്ടില്ല, ഈ എൻട്രി എടുക്കേണ്ട കൺഫർമേഷൻ ആയിട്ടില്ല. അത് ഈ ഡാറ്റ ബോക്സ് ആണ് എൻട്രി കൺഫർമേഷൻ. ഇത് നമ്മളൊന്ന് പഠിപ്പിച്ചു തരും എന്താണ് നോക്കേണ്ടതെന്നുള്ളത്. ഇതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. നമുക്ക് ടൂള് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരും. നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇപ്പൊ മാർക്കറ്റ് ഏത് മാർക്കറ്റാണ്, നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റാണ്, ഇന്ത്യൻ മാർക്കറ്റ് ഏത് മാർക്കറ്റാണ് ഇപ്പൊ XRPയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഇപ്പൊ XRP സെൽ എൻട്രി വന്നിട്ടുണ്ട്. ഇതൊരു സെൽ എൻട്രി ആണ് വന്നിട്ടുള്ളത്. ഇതൊരു കൺഫർമേഷൻ എൻട്രി ആണ്. 1 മിനിറ്റിൽ ഇത് കൺഫർമേഷൻ എൻട്രി ആണ്. 1 മിനിറ്റിൽ ഇത് കൺഫർമേഷൻ എൻട്രി ആണ്. 1 മിനിറ്റ്. നമ്മൾ എടുക്കുന്ന 5 മിനിറ്റ്സും 5 മിനിറ്റ്, അതായത് 5 മിനിറ്റും 50 മിനിറ്റും ഈ രണ്ടിലാണ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ആണ് ഇതിന്റെ ബാക്ക് എൻഡിൽ വരുന്നത്. 5 മിനിറ്റും 50 മിനിറ്റും 5ഉം 15 രണ്ടാണ് വരുന്നത്. അപ്പൊ അതിലാണ് മേജർ ആയിട്ട് വരുന്ന കാര്യം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ തരും, കറക്റ്റ് റൂട്ട് തരും. അപ്പൊ അതിൽ ആ ഒരു 5% മാത്രം കാര്യങ്ങൾ നിങ്ങൾ ഇതാക്കി. ഇതിപ്പോ എത്തീരത്തിലാണ്, എത്തീരത്തിൽ ഒരു ബുള്ളിഷ് എൻട്രി ആണ് ഉള്ളത്, പക്ഷെ അത് കൺഫർമേഷൻ ആയിട്ടില്ല. 1 മിനിറ്റിൽ കൺഫർമേഷൻ ആയിട്ടില്ല നിലവിൽ. അപ്പൊ ഇതാണ് എല്ലാം നമുക്ക് തരും. അതിന് ഇങ്ങനെ വരുന്ന സമയം ടാർഗറ്റും കാര്യങ്ങൾ കാണിച്ചു തരുന്ന സമയം അതിന്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നിഫ്റ്റി ആയിക്കോട്ടെ, നിഫ്റ്റിയിൽ ഇപ്പൊ നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ചെയ്യാം. 3 മാർക്കറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം തന്നെയാണ്, ഓരോ മാർക്കറ്റിലല്ല. നിഫ്റ്റിയിൽ ഇപ്പൊ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആണ്. അപ്പൊ നിലവിൽ നിഫ്റ്റിയിലുള്ളതാണ് 1 മിനിറ്റിലുള്ളത്. മാർക്കറ്റ് ക്ലോസ് ആയി. അപ്പം അത് ക്ലാരിറ്റി വന്നല്ലോ, വന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന ജോഷാണ് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പൊ ജോഷിന് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളും ക്ലാരിറ്റി വരുത്താം. ജോഷിന് കുറച്ച് കാര്യങ്ങൾ അറിയാം മാർക്കറ്റിന്റെ ഓൾറെഡി. എനിക്ക് ഞാൻ ഇതുപോലെ ഓൾറെഡി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ട്രേഡിംഗ് ബോട്ടും ഇതുപോലത്തെ സോഫ്റ്റ്വെയർ ആശ്രയിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, നമ്മളിപ്പോ നമ്മളുടെ മനസ്സിലുള്ള ആ സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസ് വഴി മനസ്സിലായോ, അതെല്ലാം ബ്രേക്ക് ചെയ്യും നമ്മള്. അത് കൂടുതലും ഇപ്പൊ ഞങ്ങൾ ഇത് പറയുന്നത് ഇപ്പൊ ഈ ടൂള് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ഞങ്ങൾ ഇത് എടുക്കണം. നമ്മളിപ്പോ എല്ലാവരും പറയും ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താലുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഹ്യൂമൺലി മാനേജ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇമോഷൻ.
ഒരു വ്യക്തി സക്സസ് ആയിട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ആ വ്യക്തി പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഇപ്പൊ ഇതന്നെ BTC. ഇവിടെ ഇപ്പം ഒരു വ്യക്തിക്ക് മാനുവലി ചെയ്യുന്ന ഒരു വ്യക്തി ഇതൊന്നുമില്ല, സിസ്റ്റം ഒന്നുമില്ല, മാനുവലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ആള് വീണ്ടും ട്രേഡ് എടുക്കും. പ്രോഫിറ്റ് വന്നാലും ആൾ എടുക്കൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബയ്യായിരിക്കും എടുത്തിട്ടുണ്ടാവില്ല 99% ആൾക്കാർ. ഇതിന്റെ റീസൺ എല്ലാവരും പഠിക്കുന്ന എങ്ങനെയാണ്, ഒരു വലിയൊരു ക്രാഷ് വന്നാൽ താഴെ ഒരു വലിയ ബിഗ് വോളിയം വരും, അവിടുന്ന് മാർക്കറ്റ് പമ്പ് ചെയ്യും. ഇത് എല്ലാവർക്കും അങ്ങനെയാണ് മാർക്കറ്റ്. കുറെ ആൾക്കാർ സ്റ്റഡി ചെയ്യും, അതിനെ ആവറേജ് ചെയ്യാൻ ശ്രമിക്കും. യെസ്. ആവറേജ് ഇത്രയും ഇത് വരുന്ന സമയം, ക്രാഷ് വരുന്ന സമയം ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്രാഷ് ഇത് ടാലി ആവും, ഇവിടുന്ന് കുറെ ബയ്യേഴ്സ് വന്നിട്ട് ടാലി ആവും, വീണ്ടും ഇങ്ങനെ. ഇതെല്ലാം മാർക്കറ്റ്. അപ്പൊ ഈ സിസ്റ്റം ഇപ്പം ഈ ഞങ്ങളെ സിസ്റ്റം വെച്ച് ചെയ്യുന്നവർക്കുള്ള കുറച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു എൻട്രി കഴിഞ്ഞാൽ ആൾക്കാർ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ആള് വെയിറ്റ് ചെയ്യാൻ പഠിക്കും, അടുത്ത എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പഠിക്കും. ഇതൊരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ ഒന്ന് എൻട്രി ആണ്, ഏകദേശം കംപ്ലീറ്റ് ആകുന്ന കുറച്ച് വൈകുന്നേരം എടുത്ത് TP 4 കംപ്ലീറ്റ് ആൾ അതുവരെ വെയിറ്റ് ചെയ്തില്ലേ. അത് തന്നെയാണ് എന്റെ സക്സസ് എന്ന് പറയുന്നത്. നമ്മള് അല്ലേ എങ്ങനെ ട്രെയിൻ, അതായത് നമുക്ക് അതിനൊരു ഡിസിപ്ലിൻ കൊണ്ടുവരണമല്ലോ. അപ്പൊ ഇവിടെ അടുത്തുണ്ടാകുന്ന പ്രശ്നമാണ് ഒരു SL വന്നു കഴിഞ്ഞാൽ SL പിടിക്കാൻ പോകും, ഓട്ടോമാറ്റിക്കായിട്ടും പോകും. ആ SL കവർ ചെയ്യാൻ മതി. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് അത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. അതിനായിട്ട് ആളെന്നാവണം, പ്രിപ്പയർ ആവണം ഫുൾ ടൈം ആയിട്ട്. നമ്മൾ അത്ര ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും നമുക്ക്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മളെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വെറുതെ ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ടിങ് സിസ്റ്റം തന്നെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് 4 ഒരു 12 മാസത്തെ ഒരു ബ്ലൂ പ്രിന്റ് തരും. ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ല, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിസ്റ്റം നമ്മൾ പ്രോപ്പർലി നമ്മൾ ബിൽഡ് ചെയ്ത് തരും. വെറുതെ ഈ ടൂൾ എടുക്കാൻ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാനുള്ള കോൺസെപ്റ്റ്, അതിന്റെ കൂടെ ഒരു സിസ്റ്റം കൂടി നമ്മൾ തരുന്നുണ്ട്. അപ്പൊ ജോഷി ചോദിക്കാട്ടെ, കാര്യം ചോദിക്കാം, അതിന്റെ തന്നതാണ്. ഹലോ. ആ ഓക്കെ 1 ഇയറിന്റെ ബ്ലൂ പ്രിന്റിംഗ് അല്ലേ? അപ്പൊ അതായത് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാവർക്കും ഉള്ള നിങ്ങൾക്ക് നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് വേണം, ഈ മാസം എത്ര ടാർഗറ്റ് നമുക്ക് വേണം. ക്യാപിറ്റൽ കുറെ ഉണ്ട്, ഒരു $1000 ഇട്ടുണ്ട്, ഇന്ന് എത്രയാണ് അച്ചീവ് ചെയ്യേണ്ടത് നമുക്ക് പ്ലാൻ ഇല്ലെങ്കിൽ ആള് ലോസിലേക്കേ പോകും. ഇതൊരു ബിസിനസ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് സ്ട്രക്ചർ നമുക്ക് ബിൽഡാക്കാൻ ചില ഏരിയയിൽ നമ്മൾ മാറേണ്ടടുത്ത് നമ്മൾ മാറണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് റീസ്ട്രക്ചറിങ് നമ്മൾ നിങ്ങളിൽ ചെയ്തു തരും കാര്യങ്ങൾ. ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന സ്ട്രാറ്റജി പക്കാ ഹ്യൂമൻ സ്ട്രാറ്റജിയാണ്. ഇതിന്റെ ബാക്ക് എൻഡിൽ ഇപ്പൊ ജോഷിന് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് ബോട്ടാക്കി തരും. ബോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം കംപ്ലീറ്റ് ബോട്ടിനല്ല, ഇതേപോലെ 95% മാത്രം ഇപ്പം ബോട്ടിനെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഇത് പറയാൻ കാരണം ബുക്ക് ബ്രോക്കേഴ്സ് ഒക്കെ ബോട്ടിനെ ഡയറക്റ്റ് ആക്സസ് ഇപ്പം റദ്ദാക്കിയിട്ടാണ് ഉള്ളത്, ചെയ്യാൻ പറ്റൂല. പക്ഷെ നമുക്ക് ചെയ്യാം, തേർഡ് പാർട്ടി കാര്യങ്ങളെ വെച്ചുകൊണ്ട് ബാക്ക് എൻഡിൽ കൂടെ കയറിയിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പം പല പ്രശ്നങ്ങളും വരുന്നുണ്ട് മാർക്കറ്റിൽ. നമുക്ക് നേരെ റൂട്ട് കൂടെ ബോട്ടിനെ വെച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായതാണ്. ഇപ്പോൾ അങ്ങനത്തെ കുറെ കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു 95% ഇതിപ്പോ ഒരു ഹ്യൂമൻ മാനുവലി ചെയ്യാൻ അറിയായിരിക്കും, ജോഷിന് അറിയായിരിക്കും. ഈ ഹ്യൂമൻ എല്ലാവരും ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മാനുവലി ഇതേപോലെയാണ് കാണുന്നത്. ഇതിൽ നമ്മളെന്നാക്കണം, മാനുവലി കുറെ ട്രെൻഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടായിരിക്കും എന്താക്കേണ്ടത്, മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കറക്റ്റ് അല്ല കാര്യങ്ങള്? അതെ. യെസ്. ഈ കാര്യങ്ങൾ മാനുവലി ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം പണി ആര് നോക്കിക്കോളും? നമ്മളെ സിസ്റ്റം നോക്കിക്കോളും മൊത്തം. അതായത് ഇതില് ഇപ്പൊ ജോഷിന് ജോഷിന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് കണ്ടാത്തിരിയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാ. ഇതൊക്കെ സ്ട്രാറ്റജീസ് സിസ്റ്റം തന്നെയാണ്. എല്ലാം ഓട്ടോമാറ്റിക് ആണ്, എല്ലാം ഓട്ടോമാറ്റിക് സെറ്റിംഗ് ആണ് എല്ലാം. ശരിക്കും ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മളിതില് കൺഫർമേഷൻ ഞാൻ ഇതുപോലത്തെ തന്നെ സെയിം സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഗോൾഡിലൊക്കെ നമുക്ക് സിഗ്നൽസ് കിട്ടും, സെയിം പോലെ തന്നെയാണ്. അതായത് ഡബിൾ കൺഫർമേഷൻ ഒക്കെ നമുക്ക് എടുക്കണം. അതായത് സ്ട്രാറ്റജി ഇതിൽ വേറെ ഞാൻ പറഞ്ഞുതരാം. ഹലോ, ഓക്കെ ജോഷ് കംപ്ലീറ്റ് ആയിക്കോ.
അതിലും ഇതുപോലെ ഇപ്പൊ സാറ് കുറച്ചു നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ ഡബിൾ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല, ഇതിപ്പോ ഓർഡർ തന്നിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു ആ സോഫ്റ്റ്വെയർ, മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ഈ സോഫ്റ്റ്വെയർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. കാരണം നമുക്ക് മറ്റേത് എല്ലാത്തിലും വർക്ക് ചെയ്യത്തില്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ ഇപ്പൊ ഇത്രയും കോൺഫിഡൻസിലൂടെ ബ്ലൂ പ്രിന്റ് വരെ തരാന്ന് പറയുമ്പോ നമുക്ക് അത് ഞാനപ്പോ അതിനോട്ട് ഇതാക്കാണ്. ഞാൻ കുറച്ച് വേറൊന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഈ കാണുന്നത് ഡിസൈൻസ് ആണ് കേട്ടോ, ഇതൊക്കെ ഡിസൈൻ ആണ്, ബാക്ക് സ്ട്രാറ്റജിയിലാണ് കാര്യം. ഈ ഡിസൈൻസ് ആയിരിക്കും ചെയ്യാം, നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ഡിസൈൻസ് ആയിരിക്കും ചെയ്യാം, അതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം സ്ട്രാറ്റജിയിലാണ്. അതായത് ഞങ്ങളുടെ കമ്പനി മെയിനായിട്ട് ചെയ്യുന്നത് ഹ്യൂമൻ ബ്രെയിൻസിനെ നമ്മൾ ചിപ്പാക്കി കൊടുക്കും. നിങ്ങൾക്കുള്ള സ്ട്രാറ്റജി പക്കാ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തു തരും, നിങ്ങൾ പറയുന്നത് പോലെ. അൽഗോയിലേക്ക് എത്തിക്കണമെങ്കിൽ എത്തിച്ചേരും, പക്ഷെ അതിന് നമ്മൾ ആ സാധനം ക്ലോസ് അവിടെ വെക്കും. ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും ഫുൾ അൽഗോ ആകുമ്പോൾ. അപ്പൊ അത് നമ്മൾ ചെയ്തു തരും, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾ ഇത് വരുന്നത്. അപ്പൊ ഇതിൽ കാണുന്ന മൊത്തം കാര്യങ്ങളും, അതായത് ഇപ്പൊ നിലവിൽ മെഷീൻ ലേണിംഗ് സിസ്റ്റം അഡ്വാൻസ് ടെക്നോളജിയാണ് ബാക്ക് എൻഡിൽ ഉള്ളത് കംപ്ലീറ്റ്ലി. ഒരു ഗ്യാരണ്ടി തരാം, മാർക്കറ്റിന്റെ അണ്ടറിലേക്ക് നമ്മളെ സിസ്റ്റം പോവില്ല. ഒരു ചാർട്ട് പാറ്റേണിന്റെയും മാർക്കറ്റിന്റെ അണ്ടർ, മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് ഒരിക്കലും നമ്മളെ സിസ്റ്റം അതിന്റെ പിന്നാലെ ചാടിപ്പോവില്ല. അതിന്റെ വലിയ ഉദാഹരണമാണ് ഇവിടെ ഇത്രയും മാർക്കറ്റ് താഴേക്ക് വന്നു, ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും ബൈ ഓർഡർ വന്നിട്ടില്ല അല്ലേ, ഇതുവരെ ഒരു സെൽ ഓർഡർ വന്നിട്ടില്ല, അടുത്ത മാർക്കറ്റ് മാറിയിട്ടില്ല. ഓക്കെ, അല്ല സെൽ ഓർഡർ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ടല്ലോ അല്ലെ, കൺഫർമേഷൻ. ഇവിടെ ഇത് കഴിഞ്ഞു, രാവിലെ വന്ന സെൽ ഓർഡറാ ആ ക്രാഷ്. അതെ, അതിനുശേഷം വന്നിട്ടില്ല, റിവേഴ്സ് ഓർഡർ വന്നിട്ടില്ലെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? റിവേഴ്സ് ഓർഡർ വന്നിട്ടില്ല, കണ്ടിന്യൂസ് സെൽ ഓർഡർ വരാലോ. കണ്ടിന്യൂസ്, ഓക്കെ. അതുമില്ല, മറ്റേതിൽ അങ്ങനെയല്ല, ഒരു റിവേഴ്സ് ഓർഡർ വന്നാൽ മാത്രമേ അടുത്ത സെൽ ഓർഡർ വൺസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഓർഡർ അടുത്ത ബൈ ഓർഡർ വന്നാൽ മാത്രമേ സെല്ലിന്റെ കൺഫർമേഷൻ അതിൽ കിട്ടുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് എൻഡിൽ ഹ്യൂമൻ സ്ട്രാറ്റജീസ് തന്നെയാണ്. ഒരു 6ഓളം സ്ട്രാറ്റജീസ് ആണ് ഇതിന്റെ ബാക്ക് എൻഡിൽ. മാർക്കറ്റിൽ പറയുന്ന കുറെ സ്ട്രാറ്റജീസ് ഉണ്ടാവും കേൾക്കുന്നത്. അപ്പൊ സ്ട്രാറ്റജീസിന്റെ ബാക്ക് എൻഡിൽ ഇപ്പൊ കറക്റ്റ് മാർക്കറ്റ് ഒന്നുമില്ല. ഇതിപ്പം പല അൽഗോസും പല സാധനങ്ങളും ന്യൂസ് വാച്ച് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, ബാക്ക് എൻഡിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ലൈവായിട്ട്. അപ്പൊ അത് അതിന്റെ പ്രോപ്പർ കാര്യത്തിൽ ഒരു ഹ്യൂമൻ മാനുവൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതൊക്കെ ഈ സിസ്റ്റം ചെയ്യുന്നുണ്ട് കറന്റ്. അപ്പോ നമ്മൾ വേറൊരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, നെഹാൻ ഷാ. ഹലോ ബ്രോ, ഞാനിവിടെ നമ്മളെ കാനഡയിലുള്ളതല്ലേ? യെസ്, കാനഡയിലുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോ എന്താണ് നിങ്ങൾ ഓൾറെഡി ട്രേഡിംഗ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താണ്? ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോ. ഏതിലാണ് ചെയ്യുന്നത്? ഗോൾഡിലാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മളെ സിസ്റ്റത്തിന്റെ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ, ഞാൻ ഓക്കെ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു, ഒന്ന് അറിയാൻ വേണ്ടിട്ട് കാര്യങ്ങളെല്ലാം. മനസ്സിലായി. അപ്പൊ നമ്മളെ ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് നമ്മള് ജോഷിക്കാണ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പൊ ആളൊന്ന് പറയാം, എന്താണ് ജോഷി കാര്യങ്ങളൊന്ന് പറയാം. അപ്പൊ കാര്യങ്ങളൊക്കെ തിരിയോട്ടെ, ആള് ചോദിക്കുന്ന ഡൗട്ട്സും പ്രമോദ് ഉണ്ട്, ആള് ചോദിക്കുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതാകുമ്പോ ക്ലാരിറ്റി ആകുമ്പോൾ ഇതിട്ടൊക്കെ കാര്യങ്ങൾ തിരിയും. ഓക്കെ, അപ്പം ജോഷി. ഹലോ. അപ്പോ കാര്യങ്ങളൊന്നും ഇതാക്കാം, നിങ്ങൾക്കാണ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾക്ക് ഇത് ഒരു ബോട്ടല്ല, പക്ഷെ നമുക്ക് കൺഫർമേഷൻ തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് ബോട്ടല്ല, അതായത് നിങ്ങൾക്ക് സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ആണ്. സപ്പോർട്ടിങ്, അതായത് ട്രേഡേഴ്സ്, എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഹ്യൂമൻ സ്ട്രാറ്റജീസ് വെച്ചിട്ട് കൺഫർമേഷൻ എടുത്തിട്ടുള്ള, അങ്ങനെ ആ കൺഫർമേഷനിൽ വന്നാൽ മാത്രം നമുക്ക് സിഗ്നൽസ് തരുള്ളൂ. 5% പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ എൻട്രി എല്ലാം നമ്മൾ തന്നെ ഇതിന്റെ വാല്യൂ അനുസരിച്ചിട്ട് നമ്മൾ അവിടെ പ്ലേസ്മെന്റ് ചെയ്യണം. എൻട്രി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി എന്നാക്കാൻ ബ്രോക്കർ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. ഒരു എൻട്രി കിട്ടി കഴിഞ്ഞാല് മാനുവലി എൻട്രി ഇപ്പൊ ഇങ്ങനെ വരും, മാനുവലി അത് മാനുവലി തന്നെ ചെയ്യണം. അത് ബുക്ക് ബ്രോക്കർ ഒന്നും ഇപ്പം ചെയ്യാൻ വിടുന്നില്ല. എല്ലാം അങ്ങോട്ട് വെച്ചാല് അവര് ലൂട്ട് ചെയ്യാൻ വിടൂല അങ്ങനെ.
അപ്പൊ അത് മാനുവലി ആ ചെയ്താൽ മതി കാര്യങ്ങൾ. അതെ അതെ പിന്നെ അതെ ഇതെന്ന് പറഞ്ഞാല് ലോസ് നമ്മൾ പറഞ്ഞു, ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ലോസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസും, പ്രോഫിറ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ്. ഇതാണ് ഒരു ഓക്കെ ട്രേഡറിന് ഓക്കെ വേണ്ടത്. ആ ഇതാണ് അതെ അതെ നമ്മൾ ഈ ടൂള് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോ ഞങ്ങള് അടുത്ത ഒരു ടൂള്, അത് ഒന്നാമത് നമ്മൾ പറയാ ട്രേഡിംഗ് വ്യൂലാണ് സാധനം ഉള്ളത്. അതിന്റെ കാര്യം നമുക്ക് ട്രസ്റ്റ് കാര്യങ്ങൾ, അത് റിയൽ ഡാറ്റ ട്രേഡിംഗ് വ്യൂവിന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും എഫർട്ട് ട്രേഡിംഗ് വ്യൂലേക്ക് പെട്ടെന്ന് അങ്ങനെ ആക്സസ് കിട്ടൂല. അത് ആർക്കും വേണമെങ്കിൽ അന്വേഷിക്കാം. ട്രേഡിംഗ് വ്യൂലൊക്കെ ഒരു ആക്സസ്, കമ്പനിക്ക് ആക്സസ് കിട്ടാണെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പറയാൻ കാരണം, അതായത് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ലോകത്തൊറ്റ പ്ലാറ്റ്ഫോമാണ്, ഒന്നിൽ കൂടുതലില്ല. അപ്പൊ ഇതില് റിയൽ ഡാറ്റ ഇപ്പൊ ഈ ചാർട്ട് മാത്രം കാണിച്ചു തരുന്ന സിസ്റ്റത്തിന് മന്ത്ലി 5000 മുതൽ സ്റ്റാർട്ടിങ് അവർ പാക്കേജ്, സബ്സ്ക്രിപ്ഷൻ പാക്കേജ് വരെ വരുന്നുണ്ട്. അത് അത്രയും അവർ ഡിമാൻഡ് ആക്കാൻ കാരണം അവരുടെ കയ്യിലാണ് റിയൽ ഡാറ്റ ഉള്ളത്, അവർക്കറിയാം യൂസേഴ്സ് വരുന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ സിസ്റ്റം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മൾ ഇതിന്റെ ഫുൾ സ്ട്രാറ്റജി സിസ്റ്റം, അതായത് ഇതിന്റെ നമ്മളെ മൊത്തം സ്ട്രാറ്റജി നമ്മൾ ട്രേഡിംഗ് ഗ്രൂപ്പ് കൊടുത്തതാണ്, ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പോൾ ഡാറ്റ റിയൽ ആണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതേപോലെ ഞങ്ങളിപ്പോ ലോഞ്ച് ചെയ്തിട്ടുള്ളത്, അതായത് ഇതിലും കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളിപ്പോ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതായത് മാർക്കറ്റിൽ ഇത് ഓൾറെഡി ട്രേഡിംഗ് അപ്രൂവൽ കിട്ടിയ ഓൾറെഡി ഒരു 2 month ആയി. മാർക്കറ്റിലേക്ക് നമ്മൾ ഓൾറെഡി നല്ല ഇറക്കുന്നത്, അത് അഡ്വാൻസ് ലെവലാണ്. അത് നമുക്ക് എന്താ പറയാ, ഇത് പഠിച്ച് ഇതെടുത്ത് കാര്യങ്ങൾ ചെയ്ത് നെക്സ്റ്റ് ഒരു അഡ്വാൻസ് ഉണ്ടല്ലോ ഇതിൽ. അപ്പൊ അതിൽ കൊടുക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് സിസ്റ്റമാണ്. അത് ചുരുക്കി പറഞ്ഞാല് മാർക്കറ്റിൽ വരുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ഹണ്ടേഴ്സ്, മാർക്കറ്റിൽ വരുന്ന ഹണ്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് മാർക്കറ്റ് മാനിപ്പുലേഷൻ കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ്, വേവ്സ്, ഇവരൊക്കെ ഇതിനൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇത് പഠിക്കാനുണ്ട്, ഒരു 1 week പഠിക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ്. വെറുതെ എടുത്ത് ചെയ്യാൻ പറ്റൂല, ഒരു 1 week ഇത് പഠിക്കാനുണ്ട് ഈ കാര്യങ്ങൾ. നിങ്ങൾ ഈ കാണുന്ന സോഫ്റ്റ്വെയർ കാണുന്നുണ്ടാവും ചാർട്ടില്. അപ്പൊ ഓരോ വലിയ വലിയ ഇതുവരെ മാർക്കറ്റിൽ എന്നായിട്ടില്ല, അതായത് ഇവിടെ നിന്നാണ് ക്രാഷ് വന്നത്. നമുക്ക് ഒരു സ്ട്രോങ് സെൽ ഓർഡർ ഇവിടെ വന്നു, അതിനുശേഷം ഫുള്ളി സ്ട്രോങ് സെൽ ഓർഡർ തന്നെയാണ്. അതിങ്ങനെ വന്നു, ഇവിടെ നമുക്ക് സ്ട്രോങ് സെൽ ഓർഡർ തന്നെയാണ്. ഇതുവരെ നല്ല ഒരു ഇത് മേലിലേക്ക് മുള്ളു വന്നിട്ടില്ല. ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ ചെറുതാണ്, ഇതൊക്കെ ക്രാഷ് തന്നെയാണ്. അതായത് റോക്കറ്റ് എന്നൊരു സിഗ്നൽ നമുക്ക് മേലിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഒരു ഹൈ എഫക്റ്റ് വരും. അങ്ങനെ കുറച്ച് ഇത് കണ്ട റോക്കറ്റ് എന്നുള്ളത്, ഇത് കുറച്ച് പഠിക്കാനുണ്ട്. ഇത് എന്താ പറയാ, മാനിപ്പുലേഷൻ ഏരിയകൾ കാര്യങ്ങളൊക്കെ വരുന്ന മാർക്കറ്റിൽ വലിയ വലിയ മുള്ളുകൾ എൻട്രി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഒരു 1 week ഓഫ്ലൈൻ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. അത് കുറച്ച് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയുന്ന നമുക്ക് മാത്രമേ ഇത് നന്നാക്കാൻ പറ്റൂ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കട്ടെ, ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കണം, അതിന്റെ കൂടെ അത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമുക്കേ വേറൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, നമുക്കിപ്പോ സെൽ ഓർഡർ തന്നെന്ന് വിചാരിച്ചു, ഓക്കെ, അതില് നമുക്ക് ഓൾറെഡി സോഫ്റ്റ്വെയറിൽ നമുക്ക് SL-ഉം TP-യും കാണിച്ചു തരുമല്ലോ അല്ലെ? ഇതെല്ലാം സെറ്റ് ചെയ്ത് തരും. പിന്നെ ആവറേജിങ് ചെയ്യാനുള്ള വല്ല എന്തെങ്കിലും ഇത് അതിൽ കാണിക്കുവോ, ഈ ആവറേജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലല്ലോ. അതായത് നമുക്കൊരു ചില സോഫ്റ്റ്വെയറിൽ നമ്മളിപ്പോ ഒരു എൻട്രി എടുത്തിട്ട് അതിന്റെ റിവേഴ്സ് ട്രേഡ് പോകണേന്ന് വിചാരിക്കുക. അതായത് SL-ന്റെ അടുത്തോട്ട് അവിടെ ആവറേജ് ചെയ്യാനുള്ള കൺഫർമേഷൻ എന്തെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയർ കാണിക്കും? ഇല്ലല്ലോ. ഇല്ല, ഞാൻ പറയാം, ഇത് രണ്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞത്, ഇപ്പൊ എൻട്രി എടുത്ത് ഇവിടെ ഒരു എൻട്രി വന്നു, എൻട്രി ഞാൻ പറഞ്ഞില്ലേ, എൻട്രി കുറേ എൻട്രി നമുക്ക് വരൂല, അങ്ങനെ മാർക്കറ്റ് മാറുന്ന എൻട്രി ഇല്ല. ഒരു എൻട്രി വന്നു കഴിഞ്ഞാല് അഥവാ SL ആണെങ്കിൽ SL കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും അടുത്തൊരു എൻട്രി വരാൻ ടൈം എടുക്കും. പെട്ടെന്ന് അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് ആക്കി വെക്കാം. 4 അതായത് സെറ്റ് ചെയ്യുമ്പോൾ 4 TP സെറ്റ് ചെയ്യും, നമ്മൾ ഇത് പഠിപ്പിച്ചത്. 4 TP സെറ്റ് ചെയ്യാൻ പറയുന്നത് എന്നാൽ മാത്രം പ്രോഫിറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റും. അതായത് മാർക്കറ്റ് എപ്പോഴും ഒരൊറ്റടിക്ക് മാർക്കറ്റ് താഴേക്ക് കംപ്ലീറ്റ് പോകൂല. 4 TP ഇവിടെ കണ്ടില്ല, ഇപ്പൊ 4 TP തന്നെ സെറ്റ് ചെയ്യാം, 1 2. അപ്പൊ ഓട്ടോമാറ്റിക് SL എന്നാവും. ഇവിടെ നിന്ന് TP 1 എത്തി കഴിഞ്ഞാൽ SL ഓൾറെഡി ഇവിടത്തേക്ക് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് ട്രേഡ് നടക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ആ രീതിയിൽ തന്നെ പോകണം വെച്ചാല് അതിന് പ്രോഫിറ്റ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് നിങ്ങൾക്ക് എന്റെ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയം
ഇപ്പൊ $1000 ഉണ്ടെങ്കിലും $10,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ആള് $5 പ്രോഫിറ്റിലെ തുടങ്ങും. ഉം. ആള് $5 പ്രോഫിറ്റ് എടുത്തേ തുടങ്ങും. അത് നിർബന്ധം. $5 പ്രോഫിറ്റ്. അപ്പൊ Yes, ഞാനത് വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ. ആ. നമുക്ക് നമ്മുടെ റിക്കമെൻഡഡ് ക്യാപിറ്റൽ എത്ര ഈ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോൾ നമ്മളുടെ എത്ര റിക്കമെൻഡഡ് ക്യാപിറ്റൽ? റെക്കമെൻഡ് ക്യാപിറ്റൽ എന്ന സിസ്റ്റം ഇല്ല. ഇല്ല. $50 വെച്ച് തുടങ്ങാം, $50. പക്ഷെ ഞങ്ങൾ വെച്ചിട്ട് തുടങ്ങാം. സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇത് വരുന്നത് $100 ആണ്. ഇനി ഒരാൾ $100. പറയാണ് $100 ഇല്ല, ഞാൻ Okay. $50 ഇട്ട് ചെയ്തോ, അതിനനുസരിച്ച് ചെയ്യാം. സിസ്റ്റം ബ്ലൂ പ്രിന്റ് ഞാൻ മാറ്റി കൊടുക്കും. അപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ ഇപ്പൊ എത്തേറിയം ആണല്ലോ നമ്മൾ കാണിക്കുന്നത്. ഈ Yes. എത്തേറിയത്തിൽ ഇപ്പൊ നമ്മളൊരു എൻട്രി വെക്കണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ ഇപ്പൊ നമുക്കിത് ഫ്യൂച്ചേഴ്സിലും ട്രേഡ് ചെയ്യാമല്ലോ. സ്പോട്ടിലാണോ റെക്കമെൻഡ് ചെയ്യണത് അല്ലെങ്കിൽ? രണ്ടിലും ചെയ്യാം. ഓക്കെ, ഫ്യൂച്ചേഴ്സിലാണ് തന്നെയാണ്. ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു 20x വെച്ചിട്ട് ചെയ്യണതാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിന്റെ എത്ര പെർസെന്റേജ് ആണ് റെക്കമെൻഡ് ചെയ്യണത് ഒരു ക്രിപ്റ്റോന്? അതായത് മാർക്കറ്റ് ഇറക്കാം. എത്ര? 50%. 50%. 50% നമ്മൾ ട്രേഡിന് എപ്പോഴും ഫണ്ട് ഇറക്കി കൊടുക്കും. Okay. എക്സ് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അതാണ് സേഫ്. അത് നമ്മൾ എപ്പോഴും ക്യാപിറ്റലിന്റെ 50% കൂടുതലും ബിസിനസ്സിലേക്ക് ഇറക്കിക്കൂടാ. നിങ്ങളിത് ബിസിനസ്സായി കാണാം. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ 100% നിങ്ങൾ ബിസിനസിന്റെ ക്യാപിറ്റൽ ഫണ്ട് ഇട്ടുകൊണ്ട് റിസ്ക് എടുക്കൂല. ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു 5 എൻട്രി വല്ലതും എടുക്കണമെങ്കിൽ ഒരു എൻട്രിക്ക് 10% ക്യാപിറ്റൽ വെച്ചിട്ട് മതി. അതായത് അത്ര മതി. അതായത് ഇപ്പൊ ഫിനാൻസിലൊക്കെ ചെയ്യുന്ന സമയം അറിയാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. $100 ക്യാപിറ്റൽ ആണെങ്കിൽ അവിടെ ഡോളറിലാണ് ചെയ്യുന്നത്, അതെ അതെ, എമൗണ്ടിലാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഒരു $50 മാർക്കറ്റിൽ ഇറക്കിയാൽ മതി. മതി, അത്രേ ഉള്ളൂ. അതെ, യെസ്, $50 മാക്സിമം ക്യാപിറ്റൽ നിൽക്കണം. $50 ബഫറിംഗ് ഫണ്ട് ഇതിനുള്ള വേണം. യെസ് $50. അപ്പൊ 50 എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ 50% ക്യാപിറ്റൽ മാത്രം ട്രേഡിന് അലോക്കേറ്റ് ചെയ്ത് വിടും. നമുക്ക് ഒരു ട്രേഡിൽ തന്നെ $5 എടുക്കണമെന്നില്ല. അതെ അതെ. അപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. ഇനിയിപ്പോ ഒരാള് പറയാനോണ്ട് ഞാൻ $200 ഇടാം അല്ലെങ്കിൽ $1000 ഇടാം, എനിക്ക് ബ്ലൂ പ്രിന്റ് മാറ്റി തരുമെന്ന് ഞാൻ മാറ്റി കൊടുക്കൂല. അതില്ല. നമുക്ക് അത് ചെയ്യാനുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് പോകണം. നമുക്കിപ്പം അതായത് ഓരോ സെറ്റും, അതായത് ഇപ്പൊ എല്ലാവരും ചോദിക്കും എത്ര % റിട്ടേൺസ് കിട്ടും, നമുക്ക് എത്ര ശതമാനം കിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ഞാൻ അവരോട് ചെറിയ എക്സാമ്പിൾ ഞാൻ കൊടുക്കല്. അതായത് നിങ്ങൾക്കിപ്പോ ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഡെയിലി $5 30 ട്രേഡ് കംപ്ലീറ്റ് ആക്കിയാൽ $5 ഡെയിലി വേണ്ട, 30 ട്രേഡ് കംപ്ലീറ്റ് ആക്കിയ ആളെ പ്രോഫിറ്റ് 150x ആണ്. ആൾക്ക് $150 പ്രോഫിറ്റ് കിട്ടും. $100 വെച്ച് $5 എടുക്കാന്ന് ഏറ്റവും ലോ റിസ്കിൽ റിസ്ക് കുറഞ്ഞ പരിപാടിയാ. 5% വലിയ റിട്ടേൺ ആണ്. അതായത് ഈ $5 എടുക്കാം, നമുക്ക് ഫിനാൻസിലൊക്കെ സുഖമായിട്ട് കിട്ടും ഒരൊറ്റ ട്രേഡ് കംപ്ലീറ്റ് ആകുമ്പോൾ. അപ്പൊ അങ്ങനെ വരുന്ന സമയം ആള് പ്രോഫിറ്റ് എന്ന് പറയുന്നത് $150 ആക്കി 30 ട്രേഡിൽ കിട്ടും. അപ്പൊ എത്രയാണ്? 150x ആണ് പ്രോഫിറ്റ്. ഇതിന്റെ പിന്നിലൊരു കറക്റ്റ് മാത്തമാറ്റിക്കൽ ഗെയിം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. മാത്സ് ആണ് അത് കൂടാതെ അതുമല്ല ഞാൻ അടുത്ത കൊടുക്കുന്നതാണ്. അതുമല്ല നിങ്ങൾക്ക് അങ്ങനെ റിസ്ക് എടുക്കുന്ന ഞാൻ കൊടുക്കുന്ന സിസ്റ്റമാണ്. നമ്മളെ സിസ്റ്റം വെച്ചുകൊണ്ട് നിങ്ങൾ $100 വെച്ചുകൊണ്ട് $1 പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ലക്ഷം ട്രേഡ് കംപ്ലീറ്റ് ആക്കും. ഒരു 2 ഇയർ എടുത്തോ, 2 കൊല്ലം കൊണ്ട് $1 പ്രോഫിറ്റ് ഉള്ള 1 ലക്ഷം ട്രേഡ് കംപ്ലീറ്റ് ആക്കിയ പ്രോഫിറ്റ് 1 lakh ആണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ 1, 2, 3 ദിവസമൊക്കെ ചെയ്യും. 4ാമത്തെ ദിവസം മുതൽ കുഴപ്പം. 5 ദിവസം ചെയ്യും കറക്റ്റ്. $5 6ാമത്തെ ദിവസം കേൾക്കുമ്പോൾ $2 എടുക്കുക. അതായത് പെട്ടെന്ന് പരിപാടി തീർക്കാന്നുള്ളതിലേക്ക് എത്തും. ഒരു കാര്യം അത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ടൂളോട് കൂടി മാറും. അതായത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇതിനൊരു മെൻറ്ററെ കാണാം. ഇത് ഡിസിഷൻ തരാതെ നമ്മൾ ഡിസിഷൻ എടുക്കൂല. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പം അതിലേക്ക് വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കാന്ന് പഠിക്കുന്നതായിട്ട് നല്ലത്. ഞാൻ പറയല് പഠിപ്പിക്കുന്നത് എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാന്നാണ്. ട്രേഡ് എടുക്കണ്ട, എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാന്ന് പഠിക്കുക. അത് ഓട്ടോമാറ്റിക്കായി നമ്മൾ ഡിസിപ്ലിൻ പഠിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വെറുതെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതെടുക്കുക, സോഫ്റ്റ്വെയർ എടുക്കാൻ നിങ്ങൾ തന്നെ ചെയ്യാന്നില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൂട്ടത്തിൽ നിന്നിട്ട് എന്താക്കാം, കാര്യങ്ങൾ ഗ്രൂപ്പായി ചെയ്യാം. ഒരു ടീം വർക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ട്രേഡിംഗ് ഫ്ലോറും കാര്യങ്ങളും ഉണ്ടാവും. ഓപ്പൺ ആയിട്ട് ഓഫ്ലൈൻ വരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാൻ കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും ഓൾറെഡി.
ടീം വർക്കിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ള സിസ്റ്റം ആണ്. ഓക്കെ, ഓക്കെ. അപ്പോ ചോദിക്കാൻ എന്ത് ഡൗട്ട്സും കാര്യങ്ങൾ ചോദിക്കാം. ഡൗട്ട്സും കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താം. നമുക്ക് ഈ ഇതിന്റെ പ്രൈസിങ്ങിന്റെ ആണ് ഞാനിപ്പോ ചോദിക്കുന്നത്, കുഴപ്പമില്ലല്ലോ? ഇല്ല അല്ലെങ്കിൽ ഇതിലുള്ള പ്രൈസിങ് നമുക്കിത് പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസിങ് വരുന്നത് നിലവിൽ വരുന്നത് ഞങ്ങൾ ആക്ച്വലി കൊടുത്തോണ്ട് 35,000 ആണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ്. ലൈഫ് ടൈമിലേക്ക് വെറും സോഫ്റ്റ്വെയർ മാത്രമല്ല, ട്രെയിനിങ്, അതിന്റെ ലൈഫ് ടൈം കാര്യങ്ങൾ, അതേപോലെ ഓഫ്ലൈൻ അവർക്ക് ട്രെയിനിങ് ഫ്ലോറും കാര്യങ്ങളെല്ലാം ആയിട്ട് 35,000 കൊടുക്കും. ഇപ്പൊ നിലവിൽ നമ്മൾ 25,000 ലൈഫ് ടൈം ഇപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് മുതൽ അത് ഇയർലിലേക്ക് മാറും. നെക്സ്റ്റ് വീക്ക് മുതൽ ഇയർലി 25,000 ആവും. ഇപ്പം 35,000 ആവും. ഇപ്പം നിലവിൽ 25,000 നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് കിട്ടും ഈ ഒരു ടൂർ. അതിൽ നമ്മൾ ട്രേഡിംഗ് ഫ്ലോർ നൈറ്റ് നമ്മൾ ട്രേഡിംഗ്, അതായത് 6 മണിക്ക് ശേഷം നമുക്ക് അവർക്ക് എല്ലാവർക്കും ട്രേഡിംഗ് ഫ്ലോർ ഓപ്പൺ ആണ്. ഓഫീസ് ഇതുണ്ട്, ആ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ്. വെറുതെ ഇതാക്കാന്ന് ടൂർ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാറില്ല, അതിന്റെ കാര്യങ്ങളും കൂടി നമ്മളെ കൂടെ ഉണ്ടാവും. അതിന്റെ സിസ്റ്റം വരുന്നത്. അപ്പോ ഇതാണ്. ബാക്കി എല്ലാവർക്കും ചോദിക്കാം. ക്ലാരിറ്റി വരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമുക്കിത് എല്ലാ മാർക്കറ്റിലും ഫോറക്സ് ആണെങ്കിലും മൂന്നിലും പറ്റും. 3 മാർക്കറ്റും ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഇതില് കൺഫർമേഷൻ നമുക്കിപ്പോ നേരത്തെ ഒരു എത്തേറിയ അല്ലല്ലോ, വേറെ ഏതൊരു എൻട്രി കാണിച്ചിട്ട് നമുക്ക് വേറെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. 1 മിനിറ്റിൽ ഞാൻ കാണിച്ചത് 1 മിനിറ്റിലാണ്. 5 മിനിറ്റിൽ ഇപ്പൊ ഏകദേശം ചാർട്ടില്ല. ഇപ്പൊ 1 മിനിറ്റിൽ നേരത്തെ നമ്മള് ഗോൾഡ് തീരത്തിലാണ്. ഏത് പറഞ്ഞില്ല, ഞാൻ ഡ്രൈവിംഗിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കൺഫർമേഷൻ എന്തൊക്കെയാണ്? വെറും എൻട്രി ഇപ്പൊ ബൈ എന്ന് പറഞ്ഞ സിഗ്നൽ കാണിച്ചാൽ മാത്രം നമുക്ക് ഡബിൾ കൺഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ ഇതില് സോഫ്റ്റ്വെയറിൽ? കൺഫർമേഷൻ, ഈ ഒരു കൺഫർമേഷൻ എടുക്കാനുണ്ട്, വോളറ്റിന്റെ കൺഫർമേഷൻ ഉണ്ട്, നമ്മൾ പഠിപ്പിക്കും. മാർക്കറ്റ് ഫ്ലോ അങ്ങനത്തെ കാര്യങ്ങളാണ്. ചെറിയ ഇതിലെല്ലാം തന്നെയാണ്. നമ്മൾ കാണാപ്പാട് പഠിക്കേണ്ട കൺഫർമേഷൻ ഒന്നുമില്ല. നമ്മളൊരു സ്കാനറിന് കൺഫർമേഷൻ, കുറച്ച് കൺഫർമേഷൻ ഉണ്ട്, പഠിപ്പിക്കും ഇതാണെന്നുള്ളത്. പിന്നെ ഈ ഓരോരോ ക്യാൻഡലിന്റെ കളർ ചേഞ്ച് കണ്ടോ, അത് നമ്മൾ പഠിപ്പിക്കും എന്താണ് മാർക്കറ്റിൽ വരുന്നതെന്നുള്ളത്. ഇവിടെ നോക്കിയാൽ തിരിയും, കണ്ട ഇവിടെ ഗ്രീന് റെഡ് വന്നിട്ട് മാർക്കറ്റ്, അത് ഇടക്ക് ബ്ലൂ വരും. അപ്പൊ അങ്ങനത്തെ കണ്ട ഇടക്ക് മാർക്കറ്റില് ബ്ലൂ ക്യാൻഡിൽ വരും. അത് മാർക്കറ്റ് അതായത് മാനിപ്പുലേഷൻ കാര്യങ്ങൾ കയറുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞുതരും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിതിപ്പോ എല്ലാത്തിലും കാണിക്കല്ലേ സംഭവം? മീൻസ് വെച്ചാല് ഞാൻ മറ്റേ മാർക്കറ്റിൽ ഓർഡർ ഫ്ലോ പഠിച്ച ആളാണ്. അപ്പൊ അത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ, മറ്റേതൊന്നും നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ട്രേഡിംഗിലുള്ള എല്ലാ മാർക്കറ്റും ഇതിന്റെ ബാക്ക് എൻഡ് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഹ്യൂമണിന് തുല്യമാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ മാർക്കറ്റ് ഏത് ചാർട്ടിലേക്കാണ് പോകുന്നത്, ഓട്ടോമാറ്റിക് അവിടെ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് എൻഡില്. അത് ഈ സിസ്റ്റം നമ്മൾ നേരെ ഇതിന്റെ ബാക്ക് എൻഡിലാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നതിന്റെ ബാക്ക് എൻഡിൽ ഡയറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ട്രേഡിംഗിന്റെ പാർട്ട് പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു വിന്നിംഗ് റേഷ്യോ സിസ്റ്റത്തിനായിരിക്കും. വിന്നിംഗ് റേഷ്യോസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു സാധനം ബാക്ക് എൻഡ് ഡയറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ 50% ആക്യുറസി നിർബന്ധമാണ്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്യുറസി, നിലവിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാൻ കുറയാം. ഇതൊരു ബിസിനസ് ആണ്. അതായത് നിലവിൽ ഒരു 75, 65, 80 ഓരോ മാർക്കറ്റ് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത് ഡെയിലി ബിസിനസ് മാർക്കറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് വരും. അതാണ് അതിന്റെ ഒരു സിസ്റ്റം വരുന്നത്. ഇപ്പൊ ട്രേഡിംഗ് വ്യൂയില് ഡാറ്റ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ടൈം ഡാറ്റ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ഇത് പഠിച്ചപ്പോ കോണ്ടവർ എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ചോദിക്കാൻ പറ്റും, ഇപ്പൊ നിങ്ങളുടെ സോഫ്റ്റ്വെയർ അതിലൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോണ്ടവർ എന്ന് വെച്ചാൽ റൈറ്റ് ടൈം NSEക്ക് തൊട്ട് താഴെയുള്ള രീതിയിലുള്ള ഡാറ്റാസ് കിട്ടും. അത്ര അപ്ഡേറ്റ് അല്ലെങ്കിൽ പോലും ട്രേഡിംഗിലും ബെറ്റർ ആണ്.
ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സ് ഒക്കെ ഡയറക്റ്റ് ടൈമിംഗ് ആണ്. ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സ് മുഴുവൻ, അതായത് ഇപ്പൊ ഈ നിലവിൽ കണ്ടുകൊടുക്കുന്ന ബ്രോക്കേഴ്സ് മുഴുവനും ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഉള്ളതാണ്. അതായത് ഇപ്പം ബിനാൻസിലേക്ക് പോയി കഴിഞ്ഞാല് അവിടെ ട്രേഡിംഗിന്റെ ചാർട്ടാ കാണിക്കല്. നിങ്ങൾ ഇതിലുള്ള ഏത് ബ്രോക്കറിന്റെ ഉള്ളിൽ പോയാലും ആ ബ്രോക്കറിന്റെ ഇൻസൈഡിൽ കാണിക്കുന്ന ചാർട്ട് ട്രേഡിംഗിന്റെ ചാർട്ടാണ്. ഇവന്മാരെ ചാർട്ടില്ല. അതായത് ഈ ബ്രോക്കറിന്റെ ചാർട്ട് ഉണ്ടാവില്ല. സെപ്പറേറ്റ് അങ്ങനെ ഉണ്ട്. ബിനാൻസ് ഓരോന്നിനും ഇത് ബ്രോക്കറിന്റെ ചാർട്ട് ഇല്ല. അവർക്ക് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഉള്ളത് കൊണ്ട് അതിന്റെ ഉള്ളിലൊക്കെ കാണിക്കുന്നത് ട്രേഡിംഗിന്റെ ചാർട്ട് ആയിരിക്കും. അപ്പം അതുകൊണ്ട് അതിലുള്ള ബ്രോക്കേഴ്സിനൊക്കെ ലൈവ് ഡാറ്റ കിട്ടും. അതിൽ കാണുന്ന ബ്രോക്കേഴ്സിന്റെ ഒക്കെ നമ്മൾ കോയിൻ അതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലൈവ് ഡാറ്റ തന്നെ നമുക്ക് എന്താക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിൽ കുഴപ്പമില്ല. മറ്റേതിൽ വരും മറ്റേ ഇത് അതിലില്ലാത്ത പുറത്തുനിന്ന് ബ്രോക്കേഴ്സ് ആകുമ്പോഴാണ് ചെറിയ വ്യത്യാസം വരുന്നത്. യെസ്, ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോ കാണിച്ചത്. അതായത് ഇപ്പം ട്രേഡിംഗ് വ്യൂല് ഇതിപ്പം ബിനാൻസിന്റെ ഗോൾഡിന്റെ ചാർട്ടാണ്. ബിനാൻസിന്റെ ഉള്ളിലാണ് ഇത് കണ്ട ട്രേഡിംഗ് വ്യൂ. ഫിനാൻസ് സോഫ്റ്റ്വെയറിന്റെ ഉള്ളിലാണ് കേട്ടാ. അവിടെയും ട്രേഡിംഗിന്റെ ചാർട്ടാണ്. അപ്പൊ ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പൊ അങ്ങനെ ഇപ്പൊ സിസ്റ്റം അവർ വന്നിട്ടുണ്ടോ ഓൾറെഡി. അപ്പൊ അതില് പിന്നെ നമുക്ക് ട്രേഡിംഗിന്റെ ഇതിൽ വരുന്ന ഇതിലൊന്നും പ്രശ്നമില്ല. ഡയറക്റ്റ് തന്നെ കാണാം. അതെ, ട്രേഡിംഗ് വളരെ നല്ലതാണ്. ഞാനും യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ് ട്രേഡിംഗ്. അല്ല, ഞാൻ കണ്ടെടുത്തോളം ഇപ്പൊ നമുക്ക് ട്രേഡിംഗ് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ. അതെ, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വളരെ നല്ല അത് മാത്രം വെച്ചാല് അവര് അതിനുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അവർ എത്രയും ഡിമാൻഡ് ചെയ്യുന്നത്. അതായത് അവർ അൾട്രാ പ്രീമിയം എടുക്കണമെങ്കിൽ 20,000 കൊടുക്കണം മാസം. അത് അങ്ങനെ അവര് ഇത്ര ഒരു ഡെമോ പ്ലാറ്റ്ഫോമിൽ ഇത്ര ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അവർക്കറിയാം അവരുടെ കയ്യിലെ സാധനം ഉള്ളെന്നുള്ളത്. യെസ്, അതിന് തന്നെയാണ് അവർ $250 $100 ഡിമാൻഡ് ചെയ്യുന്നത്. ആൾക്കാരുണ്ട്, യൂസേഴ്സ് ഉണ്ട് എടുക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ യൂസേഴ്സ് മാർക്കറ്റ്. അപ്പം അതായത് നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നിടത്ത് വെച്ചാൽ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിന്റെ പല ബ്രോക്കേഴ്സും അവർ റിയൽ ഡാറ്റ കാണിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. പൈസ കൊടുക്കേണ്ട റിയൽ ഡാറ്റ ഇല്ല. അപ്പൊ വെറുതെ കിട്ടുന്നിടത്ത് എന്തായാലും ഇത് നമ്മൾ ആ രീതിയിൽ കണക്കൂട്ടിയാൽ മതി. വെറുതെ ഒരു സാധനം ഒരാൾ തരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്. വെറുതെ നമുക്ക് അതായത് നമ്മളെ നന്നാക്കാൻ ആരും നോക്കൂല. ഒരു ബ്രോക്കർ നമ്മളെ നന്നാക്കാൻ നോക്കൂല. അപ്പൊ അത് നമ്മൾ നോക്കിയാൽ മതി എന്താണെന്നുള്ളത്. അപ്പൊ അതാണ് സിസ്റ്റം വരുന്നത്. ഇപ്പൊ ഒന്നുകൂടി കത്ത് തരാൻ, ഒരിക്കലും നമ്മളെ സിസ്റ്റം മാർക്കറ്റിന്റെ അണ്ടറിൽ പോയി പണിയെടുക്കൂല, വർക്ക് ചെയ്യൂല. മാർക്കറ്റ് നമ്മുടെ അണ്ടറിലേക്ക് വരണം. ഇപ്പൊ ഒരു 20 കൊല്ലത്തെ ഡാറ്റ ഇത് ഓൾറെഡി നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിന്. ഡാറ്റാസ് ഓൾറെഡി ഇപ്പൊ ബാക്കിയുള്ള ഡാറ്റ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ മാർക്കറ്റിൽ വരുന്ന വലിയ വലിയ ക്രാഷ്, വലിയ കാര്യം, അതായത് ഈ എന്താ പറയാ കോർപ്പറേറ്റുകൾ കളിക്കുന്ന കളികളൊക്കെ അവർ എല്ലാ കൊല്ലവും കളികൾ കളിക്കും ഒരേ ടൈം. കഴിഞ്ഞ കൊല്ലം നടന്ന അതൊക്കെ ഒരു പാറ്റേണിൽ പോകുന്നതാണ്. നമുക്ക് മനസ്സിലാത്തോണ്ടാണ്. അത് അവരൊരു സൈഡാണ്. കഴിഞ്ഞ കൊല്ലം പാസ്റ്റിൽ കളിച്ച അവർ വന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടോ അതൊക്കെ എല്ലാ സീസണിലും നടക്കും. അപ്പൊ അതങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ സിസ്റ്റം നോക്കിക്കോളും എന്താണെന്നുള്ളത്. നമ്മളിത് ഒരുപാട് വർഷം ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് തന്നെയാണോ? ഇതിനിപ്പോ നമ്മളിപ്പോ നിലവിൽ ഈ സിസ്റ്റത്തിന് ഒരു 3 yearsന്റെ ബാക്ക് ടെസ്റ്റ് ഉണ്ട് ഓൾറെഡി ചെയ്തതാണ്. ഓരോന്നും നമ്മളിപ്പോ ഓൾറെഡി ഇപ്പം മറ്റേ നമ്മൾ കാണിച്ച അഡ്വാൻസിന് ഏകദേശം ഒരു 1 year ബാക്ക് ടെസ്റ്റ് ഉണ്ട് ചെയ്തതാണ്. അത് നമ്മളിപ്പോ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടില്ല, ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ കൊടുത്തേ ഉള്ളൂ. അത് നമുക്ക് ആ ഒരു അപ്രൂവലും കൂടി ട്രേഡിംഗിന്റെ കിട്ടാനുണ്ട്. മാർക്കറ്റിൽ സെല് ചെയ്യേണ്ട ഒരു അപ്രൂവലും കൂടി ഉണ്ട്. അപ്പം അതാണ് കാര്യങ്ങൾ. അപ്പൊ ഏകദേശ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ പറഞ്ഞ ഏതായിരുന്നു അപ്രൂവ് കിട്ടാണ്ടെന്ന് പറഞ്ഞത്? അത് പുതിയ ഞാൻ കാണിച്ചു തരാം. അത് നീ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മളൊരു അഡ്വാൻസ് ടൂളാണ്. അത് നമുക്ക് ഇതിന് ശേഷം ഇതാക്കിയാൽ മതി. അത് കുറച്ചൊരു 1 weekന്റെ സെക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ നമ്മളൊരു അഡ്വാൻസ് ടൂളാണ്. അതായത് മാർക്കറ്റിൽ വരുന്ന വലിയ വലിയ റോക്കറ്റ് എഴുതിയതാണോ? അതന്നെ, ഇതാണ്. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് ഹണ്ടേഴ്സ് ഒക്കെ മാർക്കറ്റിൽ വരുന്ന ഡിക്റ്റേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. മനസ്സിലായി. അത് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറയാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ഓക്കെ.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ, ക്ലാരിറ്റി നമുക്ക് ക്ലിയർ ആക്കാം. ജോഷ്, പ്രമോദ്, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഓക്കെ സാർ, താങ്ക് യു.